ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഞായറാഴ്ചയാണ്. പള്ളിയിലൊക്കെ പോയിട്ട് വന്നിങ്ങനെ ഒരു റിലാക്സിങ് ഡേ ആണ്. സൺഡേ എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ വർക്കൊന്നുമില്ല, വീട്ടിലെല്ലാവരും ഉണ്ട്. അപ്പോഴാണ് നമ്മുടെ വീട്ടിൽ സ്പെഷ്യൽ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടാക്കാറ്. ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാറുള്ളത് ബിരിയാണിയൊക്കെ ആയിരിക്കും എപ്പോഴും. പക്ഷെ ഇന്ന് നമ്മുടെ പറമ്പിൽ, നമുക്ക് പറമ്പെന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ പറമ്പായിട്ടൊന്നുമില്ല, ഇവിടെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. ആ ഉള്ള സ്ഥലത്തിനകത്ത് പപ്പ കുറച്ച് കപ്പയും വാഴയൊക്കെ നട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ആ കപ്പ ഏകദേശം പരുവമായിട്ട് നിൽക്കുകയാണ്. അപ്പം ഇന്ന് കപ്പയും കോട്ടയം സ്റ്റൈൽ ഒരു ബീഫ് കറിയും കൂടിയാണ് നമുക്കിന്ന് ആ, ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടി സെറ്റാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ കപ്പയൊക്കെ പറിച്ച് ബീഫ് കറിയൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. ഓവർ ടു വീഡിയോ. മലമേലെ തിരിവെച്ച് പെരിയാറിൻ തളയിട്ട് ചിരിതൂകും പെണ്ണല്ലേ ഇടുക്കി. ഇവളാണ് മിടുമിടുക്കി. മലയാളക്കരയുടെ മടിശീല നിറയ്ക്കണ നലമേറും നാടല്ലോ ഇടുക്കി. ഇവളാണ് മിടുമിടുക്കി. ഇവിടുത്തെ കാറ്റാണ് കാറ്റ്. ഇങ്ങോട്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഇതെന്ന് മണ്ണ് മാണ്ടി അങ്ങോട്ടൊന്നും ഇല്ലാതെ നടന്നതാ. എനിക്കത് താഴോട്ടാന്ന് തോന്നുന്നത്. അപ്പം ഈ പപ്പ വാച്ചാല് പറ്റും, എല്ലാം കൊണ്ട് പറ്റത്തില്ല. ശരിട്ടാ, പൊട്ടിപ്പോകും. കപ്പ പൊട്ടിപ്പോയാൽ പിന്നെ എടുക്കാൻ പാടാ. വലിയ കുഴി മാത്രം. വെള്ളം ഒഴിച്ചു കൊടുത്താലും Say hello, baby. വെള്ളം നൽകി വെയിലാണല്ലോ ആയോ നീ പോലെ പഠിച്ചാൽ മതി. ആ കട വെള്ളം നൽകി. വെള്ളം ഇറങ്ങാൻ വേണ്ടി ചെറുതായിട്ട് തട്ടി തട്ടി കൊടുക്കും. വെള്ളം അടിയിലോട്ട് ഇറങ്ങും. ഇങ്ങനെ തണ്ടിനിട്ട് ഒരു കപ്പ വലിച്ചൊടിക്കരുത്. മുകളിലോട്ട് പോകാം. മുകളിലോട്ടാണ് പോകാം. ചേട്ടൻ നാട്ടിക്കോട്ടിങ്ങനെ മുകളിലോട്ട് പോകും. ചെറുലാടുന്നുണ്ട്, കപ്പയാടുന്നില്ല. അവിടെ അല്ല, ഇവനാ ബലം, ഇതിനാ ബലം. അതനുസരിച്ച് ഞാൻ എടുക്കുന്നത്. ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കേ, മുതിർന്നിട്ട്. ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ സെറ്റാവും തോന്നുന്നു. കപ്പ പറിക്കൽ ഇത്രയും ഡിഫിക്കൽട്ട് ടാസ്ക് ആണ് എന്നാണ് ഗൈസ് മനസ്സിലായത്. കഴിക്കുമ്പോൾ എളുപ്പമുണ്ട്, പക്ഷെ പറിക്കാൻ ഇച്ചിരി കഷ്ടപ്പാടാ. എന്റെ കപ്പ പിടി, ഇവിടെ പിടി, നാട്ടു പറിക്കുക. കപ്പെല്ലാം ചുരുണ്ടിരിക്കുകയാണ്. What are you doing? നിൽക്കാതെ തേക്കാതെ മണ്ണ്. ഇനി പോരെ. Go. Stand off your business. Go. ഒറ്റപ്പെടുത്താൻ പിടിക്കാം. വേണ്ടേ, പിന്നെയും പൊട്ടി. ഇല്ല, ഇത്ര തന്നെ പൊട്ടിയിട്ടുണ്ടല്ലോ. അതെ, അവിടെ പൊട്ടിയിട്ടുണ്ട്.
കപ്പ പറിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്കൊരു പഴയ ഓർമ്മ വന്നത്. പണ്ട് ഞങ്ങൾ ചെറുപ്പത്തിൽ നാട്ടിലായിരുന്നപ്പോൾ ഞങ്ങളുടെ അപ്പച്ചൻ എന്നെയും ചേച്ചിയും കൂടി കപ്പ നടാനായിട്ട് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ കപ്പ നടാനായിട്ട് പോയപ്പോൾ കപ്പ നടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കപ്പയുടെ കമ്പ് നമ്മളിങ്ങനെ മണ്ണെടുത്തിട്ടേക്കുന്നിടത്ത് ഇങ്ങനെ നാട്ടി വെച്ചാൽ മാത്രം മതി. പക്ഷേ എനിക്ക് ചേച്ചിക്കും അറിയത്തില്ലേ കപ്പയുടെ ഏത് സൈഡാണ് നാട്ടി വെക്കേണ്ടത് അറിയത്തില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടി അപ്പച്ചൻ പറഞ്ഞ പോലെ കപ്പയുടെ കമ്പെടുത്ത് ഇങ്ങനെ കുറേ കുഴികൾ എടുത്തിട്ടേക്കും. അപ്പം ഞങ്ങൾ രണ്ട് സൈഡിൽ ഞങ്ങൾ രണ്ടുപേരും കുറേ കപ്പയുടെ കമ്പെടുത്ത് ഇങ്ങനെ കുറേ ഇങ്ങനെ നാട്ടി വെച്ചങ്ങ് പോയി. കുറേ കഴിഞ്ഞിട്ട് അപ്പച്ചൻ വന്ന് ചോദിക്കും, നിങ്ങളിതിൻ്റെ ഏത് സൈഡ് എടുത്താണ് കുഴിച്ച് വെച്ചതെന്ന്. അപ്പം ഇത് തോന്നുന്നു നമ്മൾ ശരിക്കും വെക്കേണ്ട ആ സൈഡല്ല കുഴിച്ച് വെച്ചത്. പിന്നെ അപ്പച്ചൻ അത് മുഴുവൻ ഇളക്കി അപ്പച്ചൻ തന്നെ എടുത്ത് തിരിച്ച് വെക്കേണ്ടത്. പക്ഷെ എനിക്കിപ്പോഴും ഡൗട്ടുണ്ട്, കപ്പയുടെ ഏത് സൈഡ് വെച്ചാലും അത് വളരത്തില്ലേ? അതെൻ്റെ ഇപ്പോഴും ഉള്ളൊരു ഡൗട്ടാണ് കേട്ടോ. അറിയത്തില്ല എങ്ങനെയായിരുന്നു, പക്ഷെ അന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോഴേക്കും ഈ കപ്പ പറിച്ചപ്പോൾ എനിക്കത് ഓർമ്മ ഒരു കുയിലുമലച്ചരിവുകളിൽ കിളിയാറിൻ പടവുകളിൽ കുതിരക്കല്ലങ്ങാടി മുക്കിൽ ഉദയഗിരി തിരുമുടിയിൽ പൈനാവിൻ പെൺമണിയിൽ കല്ലാറിൻ നനപോലും കടവിൽ കാണാമകളെ കേൾക്കാമകളെ കനകപ്പൂങ്കൊളുന്തൊത്ത പെണ്ണ് നറുചിരി കൊണ്ട് പുറച്ചിട്ട് വിഴിനീരും മറച്ചിട്ട് കനവിൽ കൈനട്ടുണരുന്നാണ് നെഞ്ചിലലിവുള്ള മലനാടൻ പെണ്ണ്. മലമേലെ തിരിവെച്ച് പെരിയാറിൻ തളയിട്ട് ചിരിതൂകും പെണ്ണല്ലേ ഇടുക്കി. ഇവളാണ് മിടുമിടുക്കി മിടുമിടുക്കി. കുറുനിരയിൽ ചുരുൾമുടിയിൽ പുതുകുറിഞ്ഞി പൂതിരുകും മൂന്നാറിൻ മണമുള്ള കാറ്റ് പാമ്പാടും പാറകളിൽ കുളിരുടുമ്പൻ ചോലകളിൽ കൂട്ടാറിൽ പോയി വരും കാറ്റ് പോരുന്നിവിടെ ചായുന്നിവിടെ വെടിവട്ടം പറയുന്നുണ്ടിവിടെ. അവൾ തൊടിയെല്ലാം നനച്ചിട്ട് തുടുവേർപ്പും തുളച്ചിട്ട് അരയിൽ കൈ കുത്തി നിൽക്കും പെണ്ണ്, നല്ല മണവാളിൻ ചുണയുള്ള പെണ്ണ്. മലമേലെ തിരിവെച്ച് പെരിയാറിൻ തളയിട്ട് ചിരിതൂകും പെണ്ണല്ലേ ഇടുക്കി. ഇവളാണ് മിടുമിടുക്കി. മലയാളക്കരയുടെ മടിശീല നിറയ്ക്കണ നലമേറും നാടല്ലോ ഇടുക്കി. ഇവളാണ് മിടുമിടുക്കി. ഇവിടുത്തെ കാറ്റാണ് കാറ്റ്, മലമൂടും മഞ്ഞാണ് മഞ്ഞ്, കനവേകും മണ്ണാണ് മണ്ണ്. Smile? Yeah, like a ghost.
കുയിലുമലച്ചരിവുകളിൽ കിളിയാറിൻ പടവുകളിൽ കുതിരക്കല്ലങ്ങാടി മുക്കിൽ ഉദയഗിരി തിരുമുടിയിൽ പൈനാവിൻ വെൺമണിയിൽ കല്ലാറിൻ നനപോലും കടവിൽ കാണാമവളെ കേൾക്കാമവളെ കനകപ്പൂങ്കൊളുന്തൊത്ത പെണ്ണ് നറുചിരി കൊണ്ട് പുതച്ചിട്ട് വിഴിനീരും മറച്ചിട്ട് കനവിൻ തൈ നട്ടുണരും നാട് നെഞ്ചിലലിവുള്ള മലനാടൻ പെണ്ണ് മലമേലെ തിരിവെച്ച് പെരിയാറിൻ തളയിട്ട് ചിരിതൂകും പെണ്ണല്ലേ ഇടുക്കി ഇവളാണ് മിടുമിടുക്കി മിടുമിടുക്കി കുറുനിരയിൽ ചുരുൾമുടിയിൽ പുതുകുറിഞ്ഞി പൂതിരുകും മൂന്നാറിൻ മണമുള്ള കാറ്റ് പാമ്പാടും പാറകളിൽ കുളിരുടുമ്പൻ ചോലകളിൽ കൂട്ടാറിൽ പോയി വരും കാറ്റ് പോരുന്നിവിടെ ചായുന്നിവിടെ വെടിവട്ടം പറയുന്നുണ്ടിവിടെ അവൾ തൊടിയെല്ലാം നനച്ചിട്ട് തുടുവേർപ്പും തുളച്ചിട്ട് അരയിൽ കൈ കുത്തി നിൽക്കും പെണ്ണ് നല്ല മണവാളിൻ ചുണയുള്ള പെണ്ണ് മലമേലെ തിരിവെച്ച് പെരിയാറിൻ തളയിട്ട്